ഹലോ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയല്ല നടക്കുന്നത്? ഓരോ ദിവസം ഇങ്ങനെ കൂടി വരികയാണ് ഓരോരുത്തരുടെ കടിയും കഴപ്പൊക്കെ. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ന്യൂസ് കണ്ടു, ന്യൂസല്ല ചെറിയൊരു വീഡിയോ കണ്ടു, ഒരു ന്യൂസിൻ്റെ കട്ടിങ്ങും ഉണ്ട്. ഇതിൻ്റെ ആ ന്യൂസിൻ്റെ സത്യാവസ്ഥ ഒന്നും എനിക്ക് അറിയില്ല, കാരണം നമുക്ക് പല വ്യാജ ന്യൂസുകളും പരക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷ്വല് അത് ഫേക്കൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അത് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കൊന്ന് കാണാം കേട്ടോ. ഒരു ഓട്ടോ ആണ്, ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. അതിലെ ഡ്രൈവർ വണ്ടിയുടെ ഗിയർ മാറ്റുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. പുള്ളിയുടെ മുണ്ടിനിടയിലാണ് ആ വണ്ടിയുടെ ഗിയർ എന്ന് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് കൈയകത്തോട്ട് ഇടുന്നുണ്ട്. കഷ്ടപ്പെട്ട് വാഹനം ഓടിച്ച് ജീവിക്കുകയാണ് അയാൾ. പക്ഷെ എന്താ ചെയ്യുക, ജീവിതം പോലും വണ്ടിക്കകത്തായ മനുഷ്യൻ്റെ ഒരു അവസ്ഥയായിരിക്കും. വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല അയാൾക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഇതുപോലുള്ള ആളുകളൊക്കെ നമ്മൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മുടേതായിട്ടുള്ള നാടൻ രീതിയിലാണെങ്കിൽ കുരുമുളക്, പച്ചമുളക് പോലുള്ള മുളകുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുള്ളുമുരുക്ക്, അതുമല്ലെങ്കിൽ ചുട്ട കമ്പിയോ അല്ലെങ്കിൽ ചുറ്റികയോ ഒക്കെ ഉപയോഗിക്കാം നമുക്ക് നാടൻ രീതികളിൽ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അല്ലേ. ഓരോ ദിവസം കൂടി വരികയാണ് സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ. മാത്രമല്ല, ആൺകുട്ടികൾക്കെതിരെയും ഉണ്ട് ഇതുപോലുള്ള ലൈംഗിക അതിക്രമങ്ങൾ മറ്റ് ചില പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന്. ഒരുപാട് പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുകയാണ് ഒരു സ്ത്രീ. എന്ത് ധൈര്യത്തിൽ നമ്മൾ മീൻസ് ആണുങ്ങളും വേണം പേടിക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇതുപോലെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ലൈംഗിക ചുവയോടുള്ള നോട്ടം, സംസാരം, സ്പർശനം, അല്ലെങ്കിൽ ഇതുപോലുള്ള ചെയ്തികൾ. ഇപ്പം ആ സ്ത്രീ വണ്ടിയുടെ ബാക്കിലിരിക്കുന്ന അയാൾ മിറർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം മിറർ സെറ്റ് ചെയ്ത് വെച്ചു എന്ന് പറയാൻ കാരണം, ആ മിററിൽ അയാളുടെ ഫേസ് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ക്യാമറയിലോ കാണുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് അയാൾക്കും അതേ കാഴ്ച ഇങ്ങോട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമല്ലേ അത്. അപ്പോൾ അയാളത് നോക്കിയിട്ട് അയാളുടെ കൈ ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പം തന്നെ ഇടപാട് നടത്തുന്നുണ്ട് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട്. എന്താണ് അവൻ അതിൽ നിന്ന് കിട്ടുന്ന സുഖം എനിക്കറിഞ്ഞൂടാ. കാരണം ഒരു യാത്രക്കാരി വണ്ടിയിലിരിക്കുന്നു എന്നുള്ളത് പോലും ഓർക്കാതെ അയാൾ കാണിച്ചു കൂട്ടല്ലേ. ഓർക്കാതല്ല, യാത്രക്കാരി ഉണ്ട് എന്നുള്ള ഓർമ്മയോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുക, അതല്ലെങ്കിൽ നാട്ടുകാരുടെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനുള്ള പോം വഴിയുള്ളൂ. നിയമ നടപടി കൊണ്ടൊന്നും ഇയാളുടെ അസുഖം മാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പിന്നെ നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചല്ല, അതായത് ഇയാളുടെ ഈ പ്രവൃത്തികളെ നമ്മൾ പ്രതിരോധിക്കുന്ന രീതികളും തല്ലും ഇടിയും വഴക്കും ഒക്കെ നടക്കും. പക്ഷെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം, ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനമാണ്. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ 1-2 കേസസ് ഒന്നല്ല, ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ കൂടിയും അങ്ങനെ 100 കണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയേണ്ടി വരും. അല്ലാതെ എവിടെയെങ്കിലും ഒരു ദിവസം നടന്നു പിന്നെ അങ്ങനെ കാണാനില്ലാത്തൊരു കേസൊന്നല്ല ഇത്. എത്ര വീഡിയോ എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ, ബസ്സിനകത്ത്, അല്ലെങ്കിൽ KSRTC ബസ്സിനകത്ത്, പിന്നെ ഇപ്പം ഈ ഓട്ടോ, ഒരുപാട് എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ. ഇതിനൊന്നും ഒരു അന്ത്യമില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ മനോഭാവം എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ്. സ്വന്തം വീട്ടിൽ പോയി തീർക്കേണ്ട കഴപ്പൊക്കെ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് തീർക്കുക, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തീർക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള യാത്രകൾക്കിടയിൽ എവിടെയോ ഉള്ള ഏതോ സ്ത്രീ ആയിരിക്കും അവരെ നോക്കിക്കൊണ്ട് അവരുടെ ശരീരം ആസ്വദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ആസ്വദിച്ചുകൊണ്ടോ എങ്ങനെയോ അത് തീർക്കുക. മനോരോഗം തന്നെയാണ് ഇത് ഒരു തരത്തിൽ. സത്യം പറഞ്ഞാൽ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് അതിൻ്റെ വിദഗ്ധരുടെ കമൻറ്റ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട വിദഗ്ധരെ, നിങ്ങൾ തന്നെ ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ശിക്ഷയാണ് ഇവനെപ്പോലുള്ളവർക്ക് വേണ്ടതെന്ന് ഈ കമൻറ്റ് ബോക്സിൽ റെഫർ ചെയ്ത് തരിക. അറിയാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കേട്ടോ.
അപ്പോൾ ഈ ഒരു വിഷയം കൂടി കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. കാരണം ഭയങ്കര ലൈംഗികത തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നമ്മുടെ റെഡ് സ്ട്രീറ്റ് പോലുള്ള തെരുവുകളോ അല്ലെങ്കിൽ വേശ്യാലയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കണക്കിന് അനിവാര്യമായൊരു കാര്യമാണ്. ലീഗലി അത് അനിവാര്യമാണ്. ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വേശ്യാവൃത്തിയും അതുപോലുള്ള സെക്സ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ ഇരുട്ടിൻ്റെ മറവിലാണ് നടക്കുന്നതെന്ന് മാത്രം നമുക്കറിയാം. പക്ഷേ അത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യക്കാർ അങ്ങോട്ട് പോയിക്കോട്ടെ. 10, 100, 200 കൊടുത്ത് അവർ അവിടെ പോയി അവരുടെ അസുഖം തീർക്കട്ടെ. എന്തിനീ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഭയങ്കര ബോറ് പരിപാടിയല്ലേ ഈ വീഡിയോ. അതുപോലെ ഏതെങ്കിലും ഞരമ്പന്മാർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചത്തുറം മാരകനൊക്കെ സത്യം എന്തിനു ജീവിക്കുന്നു ഭൂമിക്ക് ഭാരമായിട്ട് കാഴപ്പ് പിടിച്ച് വരച്ചിട്ടുള്ളത്. വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. ബൈ.